ഞാൻ അബു ജോൺ ജോസഫ്, തൊടുപുഴയിലെ UDF സ്ഥാനാർത്ഥി. തീർച്ചയായിട്ടും PJ ജോസഫ് എന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി, അദ്ദേഹത്തിൻ്റെ ഒരു പിൻഗാമിയായിട്ട് വരിക എന്ന് പറയുന്നത് ഏറ്റവും ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു തലമുറ മാറ്റമെന്ന് നിങ്ങൾ പറയുമ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു തൊടുപുഴയുടെ വികസന തുടർച്ചയ്ക്ക് വേണ്ടി മുന്നോട്ട് പ്രവർത്തിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് ഇവിടെ നിറവേറ്റുക. ഈ പാർട്ടിയിൽ പ്രവർത്തിച്ച് വളർന്നു വന്ന ഒരു വ്യക്തിയാണ്. അപ്പം മക്കൾ രാഷ്ട്രീയത്തിൻ്റെ ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഒരു 25-30 വർഷം മുമ്പ് തന്നെ ഞാൻ ഇവിടെ ഒരു ജനപ്രതിനിധിയായിരുന്നു. അപ്പം തീർച്ചയായിട്ടും ഇത് പാർട്ടിയിൽ ഉള്ള പ്രവർത്തനത്തിൻ്റെ ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ ഈ സ്ഥാനാർത്ഥിത്വത്തെ കാണുന്നത്. ഇവിടെ വികസനമില്ല എന്ന് പറയുന്നവർ ഒന്നുകിൽ അന്ധന്മാരായിരിക്കണം, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ കൂടെ പറയുന്നതായിരിക്കും. തൊടുപുഴയിൽ കഴിഞ്ഞ 5 വർഷവും 10 വർഷവും ഒക്കെ ഇവിടെ ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ എല്ലാ പഞ്ചായത്തിലും കുടിവെള്ളം എത്തുന്നുണ്ട്. എല്ലാ റോഡുകളും തന്നെ ഏതാണ്ട് BMNBC സൗകര്യത്തിലേക്ക് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധങ്ങളായ എല്ലാ മേഖലകളിലുമുള്ള വികസനം ഏറ്റവും കൂടുതലുള്ള ഒരു പ്രദേശമാണ് തൊടുപുഴ. അപ്പോൾ ഇവിടെ വികസനമില്ല എന്ന് പറയുന്നത് അത് രാഷ്ട്രീയ പ്രേരിതമായ കാരണങ്ങൾ കൊണ്ട് മാത്രം പറയും. PJ ജോസഫിൻ്റെ മറ്റൊരു പതിപ്പ് തീർച്ചയായിട്ടും PJ ജോസഫിൻ്റെ ഒരു പതിപ്പാകുക എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ഭാരിച്ചൊരു ഉത്തരവാദിത്തമാണ്. ഇത്രയേറെ വികസന കാഴ്ചപ്പാടുള്ള ഒരു നേതാവിൻ്റെ പിൻഗാമിയാണെങ്കിൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരുമെന്നുള്ള കാര്യം എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ആ ഒരു ഉത്തരവാദിത്തം നിറവേറ്റി പോകാനുള്ള കഴിവ് ഉണ്ടെന്നുള്ള ഒരു ബോധ്യവും എനിക്കുണ്ട്. എൻ്റെ 100% ഞാൻ എൻ്റെ കഴിവുകൾ ഈ പ്രദേശത്തിൻ്റെ വികസനത്തിലേക്കായിട്ട് ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്.